ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയില്ല, എന്നാൽ എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ വാക്കുകൾ. ഇറ്റലിയിലെ മോന്തോനിയോ ഗ്രാമത്തിൽ 1842 ഏപ്രിൽ 2 പാവപ്പെട്ട ഒരു കുടുംബത്തിൽ തളർന്നവനും ദുർബലനുമായ ഒരു കുട്ടി ഡൊമിനിക് ജനിച്ചു. ഈ കുട്ടി അധികകാലം ജീവിക്കുകയില്ല എന്ന് ഭയന്ന് അവന്റെ പിതാവ് അവന് ജ്ഞാനസ്നാനം നൽകാൻ വേണ്ടി വേഗം ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി. ആരോഗ്യം മോശമായിരുന്നുവെങ്കിലും ഈ കുട്ടി ജീവിക്കുകയും ദൈവസ്നേഹം കൊണ്ട് നിറയുകയും ചെയ്തു. ഡൊമിനിക് ദിവ്യകാരുണ്യത്തെ ഏറെ സ്നേഹിച്ചിരുന്നു. മഴയായാലും മഞ്ഞായാലും അവൻ ദിവ്യബലിയിൽ സംബന്ധിക്കുമായിരുന്നു. അവൻ യേശുവിനോട് 4 വാഗ്ദാനങ്ങൾ ചെയ്തിരുന്നു. അത് ഒരു ചെറിയ ഡയറിയിൽ രേഖപ്പെടുത്തി വെച്ചിരുന്നത് ഇപ്രകാരമാണ്: 1. എനിക്ക് അനുവദിക്കപ്പെടുന്നിടത്തോളം കൂടെ ഞാൻ കുമ്പസാരിക്കാൻ പോവുകയും ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ചെയ്യും. 2. ഞായറാഴ്ചകളിലും വിശുദ്ധ ദിനങ്ങളിലും പൂർണ്ണമായി കർത്താവിന് നൽകാൻ ഞാൻ ശ്രമിക്കും. 3. എന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ യേശുവും മറിയവും ആയിരിക്കും. 4. പാപത്തേക്കാൾ മരണം. ഈ ചെറിയ ബാലൻ നിരവധി സുഹൃത്തുക്കൾക്ക് ഉടമയാണെന്ന് കണ്ടെത്തിയ വൈദികൻ 7ാമത്തെ വയസ്സിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ വിശുദ്ധ ഡൊമിനിക്കിന് അനുവാദം നൽകി. 12ാമത്തെ വയസ്സിൽ ഇടവക വൈദികൻ ഡോൺ ബോസ്കോ നടത്തിയിരുന്ന ഒരു സ്കൂളിലേക്ക് ഡൊമിനിക്കിനെ അയച്ചു. വിശുദ്ധനായ ഈ വൈദികൻ വേഗം തന്നെ അവനിലെ സുഹൃതങ്ങളും നല്ല പെരുമാറ്റവും തിരിച്ചറിഞ്ഞു. എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയില്ല, എന്നാൽ എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവൻ ദൈവത്തിന് വേണ്ടി ചെറിയ ചെറിയ ത്യാഗങ്ങൾ അനുഷ്ഠിച്ചു. കാലാവസ്ഥയെയോ ഭക്ഷണത്തെയോ കുറിച്ച് ഒരിക്കലും പരാതിപ്പെട്ടിട്ടില്ല. മറ്റു വിദ്യാർത്ഥികൾക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുകയും പാപത്തിൽ നിന്ന് തന്നെ വിശ്വസ്തതാപൂർവം സൂക്ഷിക്കുകയും ചെയ്തു. ഡൊമിനിക് എല്ലാ ബാലന്മാരുടെയും വൈദികരുടെയും സ്നേഹവും ബഹുമാനവും ആർജിച്ചെടുത്തു. ഒരു ദിവസം 2 ബാലന്മാർ പരസ്പരം കല്ലെറിഞ്ഞ് വഴക്കുണ്ടാക്കുകയായിരുന്നു. ഡൊമിനിക് ഒരു ക്രൂശിത രൂപം പിടിച്ചുകൊണ്ട് പറഞ്ഞു: നിങ്ങളുടെ ആദ്യത്തെ കല്ലുകൊണ്ട് എന്നെ എറിയുക. എന്നാൽ ഡൊമിനിക്, നീ എന്നെ ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല, നീ എന്റെ സ്നേഹിതനാണ് എന്ന് ബാലന്മാരിൽ ഒരാൾ പറഞ്ഞു. ഒരു പാവപ്പെട്ട മനുഷ്യനായ എന്നെ നിങ്ങൾ ഉപദ്രവിക്കുകയില്ല, എന്നാൽ നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് നിങ്ങൾ ദൈവമായ യേശുക്രിസ്തുവിനെ ഉപദ്രവിക്കുമോ എന്ന് ഡൊമിനിക് ചോദിച്ചു. ബാലന്മാർ ലജ്ജ കൊണ്ട് അവരുടെ തലകൾ താഴ്ത്തി കല്ലുകൾ താഴെയിട്ടു. കൂടെ കുമ്പസാരിക്കണമെന്ന് ഡൊമിനിക് എപ്പോഴും തന്റെ സഹപാഠികളെ ഓർമ്മിപ്പിച്ചിരുന്നു. കളിക്കുന്ന സമയത്ത് ആണയിടാനോ ശപിക്കാനോ അവൻ അവരെ അനുവദിച്ചിരുന്നില്ല. ദിവ്യകാരുണ്യത്തിലെ യേശുവിനെ സന്ദർശിക്കാനും തന്നോടൊപ്പം ജപമാല ചൊല്ലാനും പലപ്പോഴും അവൻ അവരെ ക്ഷണിക്കുമായിരുന്നു. വെറും 15 വയസ്സുള്ളപ്പോൾ ഡൊമിനിക് ക്ഷയരോഗബാധിതനായി. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് മരിച്ചു. മരണത്തിന്റെ സമയത്ത് അവൻ ഉദ്ഘോഷിച്ചു: ഓ, എത്ര മനോഹരമായ കാര്യങ്ങളാണ് ഞാൻ കാണുന്നത്. 1954 ഡൊമിനിക് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു.